ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷം അഭയം അന്തേവാസികൾക്കും ബാലവേദി കുട്ടികൾക്കുമൊപ്പം ആഘോഷമാക്കി കൊപ്പം വിയറ്റ്നാംപടി സ്വദേശി ഇർഷാദ്. ഇർഷാദിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ ആ സന്തോഷം അയാൾ ആഘോഷമാക്കിയത് ആരോരുമില്ലാത്ത കൊപ്പം അഭയത്തിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും പള്ളം വായനശാലയിലെ ബാലവേദി കുട്ടികൾക്കും ഒപ്പമായിരുന്നു. ടൂറിസ്റ്റ് മേഖലയിൽ 18 വർഷമായി പ്രവർത്തിക്കുന്ന കുഡൂസ് ട്രാവൽസിന്റെ പുതിയ AC പുഷ്ബാക്ക് 49 സീറ്റോട് കൂടിയ ബസ് സ്വന്തമാക്കിയാണ് ഇർഷാദ് തന്റെ ആഗ്രഹം നിറവേറ്റിയത്. ബസ്സിലെ ആദ്യത്തെ യാത്ര അഭയം അന്തേവാസികൾക്കും ബാലവേദി കുട്ടികൾക്കും വേണ്ടിയാവണം എന്ന തീരുമാനത്തിൽ ഉറച്ചായിരുന്നു ഇർഷാദ് ബസ് സ്വന്തമാക്കിയത്. അത് സൗജന്യമായ ഒരു വിനോദയാത്ര ആയിരിക്കണമെന്നും ഇർഷാദിന് നിർബന്ധമുണ്ടായിരുന്നു. ഒരുപാട് കാലത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു 49 സീറ്റ് AC പുഷ്ബാക്കൊക്കെ ഉള്ള ഒരു വാഹനം എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് താമസിച്ചെങ്കിലും കൂടി ദൈവം ഇപ്പോഴാണ് അതിന് സഹായിച്ചത്. അപ്പോൾ എനിക്ക് തന്ന ആ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു പങ്ക് പറ്റാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ആളുകളാണ് അഭയത്തിൽ താമസിക്കുന്നവരെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും അവരെ ആ ഒരു സന്തോഷം കൂടിയും എൻ്റെ ഈ സന്തോഷത്തിനോടൊപ്പം ചേർത്ത് നിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അങ്ങനെ അവരെയും കൊണ്ട് അവരുടെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ വിനോദയാത്ര ചാവക്കാട് ബീച്ചിലേക്കായിരുന്നു. 54 പേരെയും ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ബസിന്റെ ആദ്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം അഭയം ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയുമായ A. ഷാബിറ ടീച്ചറുടെ സാന്നിധ്യത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. വളരെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ആ ആദ്യ ഓട്ടം സൗജന്യമായി നമ്മുടെ കൊപ്പം അഭയത്തിലെ നിരവധി പാവപ്പെട്ട ആശ്രിതരായ ആളുകളെ, അന്തേവാസികളെ ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഇന്ന് ഒരു ഉദ്ഘാടനം നടത്താനാണ് ഈ കുഡൂസ് ട്രാവൽസിൻ്റെ ഉടമ ഇർഷാദ് തീരുമാനിച്ചിട്ടുള്ളത്. വളരെ സന്തോഷകരമാണ്. പ്രിയ സുഹൃത്തും ഇതിൻ്റെ ട്രാവൽസിൻ്റെ ഉടമമായ മുഹമ്മദ് ഇർഷാദിനെ പ്രത്യേകം അഭിനന്ദിക്കുക. അഭയം ഡയറക്ടർ P. കൃഷ്ണൻ, KS ആശ, ലിയ ഷെറിൻ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ഈ യാത്രയിൽ ഇതുവരെയും കടല് കാണാത്ത 72കാരനായ ഗണപതിയും ഉൾപ്പെട്ടിരുന്നു എന്നത് യാത്രയുടെ മാറ്റുകൂട്ടി. ഇപ്പോൾ അഭയത്തിൽ വന്നിട്ട് എത്ര വർഷമായി? 1.5 കൊല്ലമായി. 1.5 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. കടൽ ആദ്യമായിട്ടാണ് കാണാൻ. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ കടൽ കണ്ടിട്ട് എത്ര വർഷമായി? ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടാണ്. ഇതുവരെ കടൽ കണ്ടിട്ടില്ല. 72 വയസ്സായി അല്ലേ? വിനോദയാത്രയിൽ പങ്കെടുത്ത എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയാണ് മടങ്ങിയത്. യാത്ര കഴിഞ്ഞ് ബസ്സിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഒരു ചെറുപുഞ്ചിരി അവർ ഇർഷാദിന് സമ്മാനിച്ചു. അത്രയേ ഇർഷാദും ആഗ്രഹിച്ചിരുന്നുള്ളൂ. അശരണരായ ആരോരുമില്ലാത്ത സഹജീവികളെ ചേർത്തുപിടിക്കാൻ കാണിച്ച നല്ല മനസ്സിന്റെ ഉടമയായ ഇർഷാദിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അഭയം വൈസ് ചെയർമാൻ ഫൈസൽ ബാബുവും അറിയിച്ചു.